ദുൽഖർ, DQ എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം വിളിക്കുന്ന ഒരു പേരാണ്. എനിക്കൊന്ന് ഫാൻസ് ദുൽഖറിന് മമ്മൂട്ടി ഫാൻസ് എന്നോ മോഹൻലാൽ ഫാൻസ് എന്നോ അങ്ങനല്ല, ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഇന്ത്യയിലെ നടൻ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം ദുൽഖറിന്. പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും നെഗറ്റീവ് അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ടല്ല, സിനിമയിൽ ഇനി നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കുറച്ച് കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദുൽഖർ നമുക്കറിയാം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ, പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളവിടെ ഒരു സഹനടനോ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ റോളോ പോയി ചെയ്ത്, അമ്മാവൻ റോളോ ചിറ്റപ്പൻ റോളോ പോയി ചെയ്ത് അവിടെ സാധനമൊക്കെ ഒക്കെ നല്ല പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത്. അവിടെ പോയി പല ഭാഷകളിലും നായകനായിട്ടോ അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിട്ടോ അവിടെ തിളങ്ങി അവിടെ വിജയിപ്പിക്കുന്നിടത്താണ് നമ്മളൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ പറയുന്നത്. ഇപ്പം ഫഹദ് ഫാസിൽ ചെയ്തിരിക്കുന്ന പല ചിത്രങ്ങളിലും ഫഹദ് ഫാസിൽ നായകനല്ല എന്നുള്ള ഓർക്കണം. കമലഹാസനോടൊപ്പം രജനീകാന്തിനോടൊപ്പം ഒക്കെ ചെയ്യുമ്പം ഒരു അതിൻ്റെ കൂട്ടത്തിലൊരു കോ സ്റ്റാർ മാത്രമാണ്. ആ കഥാപാത്രം ഗംഭീരമാകുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിൻ്റെ ലെവലിലേക്ക്, ഒരു നായകൻ ലെവലിലേക്ക് ഒറ്റയ്ക്കൊരു പടം വിജയിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഫഹദ് ഫാസിനെ കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ട് ചിലപ്പം സാധിച്ചേക്കാം. കാരണം അതിനുള്ള കാലിബറുള്ള ഒരു ആക്ടറാണ്. ദുൽഖറിനെ സംബന്ധിച്ചുള്ള ദുൽഖർ തമിഴിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ ഹിന്ദിയിൽ ചുപ്പ് എന്ന് പറഞ്ഞൊരു പടം ചെയ്താലും അത് ഗംഭീര അസാധ്യ പെർഫോമൻസ് ഉള്ളൊരു പടമായിരുന്നു. ഇപ്പൊ കാന്ത എന്ന് പറയുന്ന സിനിമ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും ആ സിനിമ ഒരു KGF ആണെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് പ്രതീക്ഷിച്ച സംഭവം ആൾക്കാരിൽ കിട്ടി. അത് ദുൽഖർ എന്ന് പറഞ്ഞ അഭിനേതാവിൻ്റെ സംഭവം കിട്ടി. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദുൽഖറിന് എനിക്ക് തോന്നി നമ്മളെല്ലാം സൗഭാഗ്യങ്ങളോട് ഒരുമിച്ച് കൊടുക്കത്തില്ലല്ലോ. ദുൽഖറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഒരു വിവാദങ്ങളിലും വരുത്തില്ല. ഇപ്പോൾ ലോകയുടെ പ്രൊഡ്യൂസറാണ്, ലോക 300 കോടി നേടി. ഒരു വിവാദങ്ങളിലോ പൊങ്ങച്ചം പറയുന്നതിലോ ഒന്നും ദുൽഖറിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് സമീപകാലത്തുള്ള പല നടന്മാർക്കും ഇല്ലാത്ത വലിയ ക്വാളിറ്റിയൊക്കെ ദുൽഖർ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ കിങ് ഓഫ് കൊത്ത ഇറങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. കിങ് ഓഫ് കൊത്ത പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല എന്നതുകൊണ്ട് തന്നെ കിങ് ഓഫ് കൊത്ത ഫ്ലോപ്പായി. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയത് ആ സിനിമയുടെ ഒരു നമ്മൾ സാധാരണപ്പെട്ട ഒരു പ്രശ്നമാണെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു 40 മിനിറ്റോ ആണെങ്കിൽ ട്രിം ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ നല്ല അടിപൊളി ഒരു ചിത്രമായിട്ട് മാറിയത്. കാരണം അതങ്ങ് വലിച്ച് നീട്ടി റബ്ബർ ബാൻഡ് നീട്ടി പൊട്ടിച്ചതുപോലെ പോയി. അങ്ങനെ പൊട്ടിയൊരു സിനിമ പോലെ എനിക്ക് കിങ് ഓഫ് കൊത്ത തോന്നി. കാരണം അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ്. പക്ഷേ അതിൻ്റെ പല പേര്, കൊത്ത രാജു എന്നൊക്കെയുള്ള പേരും അതിൻ്റെ പല പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ കുറേ പോസിറ്റീവ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ആ സിനിമ ഫ്ലോപ്പായെങ്കിലും മികച്ച ഇനീഷ്യൽ കളക്ഷൻ, അത്യാവശ്യം നല്ല സ്റ്റാർഡം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സ്റ്റാർഡത്തിന് കിട്ടേണ്ട ഒരു ഫ്ലോപ്പ് ചിത്രത്തിന് കിട്ടേണ്ട കളക്ഷനൊക്കെ ഒരു ഹിറ്റ് ചിത്രത്തിന് കിട്ടേണ്ട കളക്ഷൻ അതിന് കിട്ടി. പക്ഷെ അങ്ങനെ ആയാലും നമുക്ക് പോരാ. ഏതായാലും ദുൽഖർ കേരളത്തിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ദുൽഖറിനെ കുറേയൊക്കെ കൈവിട്ട് പോയി. കാരണം ദുൽഖറും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വേര് എന്ന് പറയുന്നത് നമ്മുടെ നാടാണ്, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മലയാള സിനിമ തന്നെയാണ്. അദ്ദേഹത്തിന് ഇവിടെ ആരാധക വൃത്തം ഒരുപാടുണ്ടെങ്കിൽ പോലും ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതൊരു സൂപ്പർ മെഗാ ഹിറ്റ് ആകണം. കാരണം അദ്ദേഹം വളരെ ഒരു 3-4 കൊല്ലം ഒരിക്കലും 3 കൊല്ലം ഇരിക്കുമ്പോഴാണ് ഒരു മലയാള സിനിമ ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യുകയും അതിനകത്ത് 1-2 വലിയ ബ്ലോക്ക് ബസ്റ്റർ വരികയും ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഷകളിലൊക്കെ പോയി വിജയിച്ചാലും നമ്മുടെ സ്ഥലത്തുള്ളൊരു ഒരു 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 ഗുമ്മില്ലെങ്കിൽ അതിനകത്ത് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഐ ആം ദി ഗെയിം എന്ന് പറയുന്നത് നഹാസ് സംവിധാനം, RDXന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നഹാസ് സംവിധാനം ചെയ്യുന്ന പടമാണ്. ഈ സിനിമ ഒരു സൂപ്പർ നാച്ചുറൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അത് ഗംഭീരമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ഗംഭീരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഐ ആം ഗെയിം ഗംഭീര വിജയം നേടിയാൽ ദുൽഖറിനെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ദുൽഖർ പറക്കുമോ എന്നുള്ള സംശയം വേണ്ട. കാരണം ദുൽഖർ എല്ലായിടത്തും പോപ്പുലറാണ്. ഇപ്പോൾ ഈ ഐ ആം ഗെയിം തന്നെ അത് തമിഴിട്ടാലും തെലുങ്കിലിട്ടാലും അത് ഹിന്ദി കളിച്ചാലും എല്ലായിടത്തും ഒരേപോലെ പ്രേക്ഷകൻ അത് നിറഞ്ഞ കൈയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. കളക്ഷനിൽ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് പരാജയപ്പെട്ടാൽ ദുൽഖറിന് മലയാളത്തിലുള്ള സാധനം ഇച്ചിരി കുറയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അത്രയും ക്രൂഷ്യലാണ് ദുൽഖറിനെ വേറൊരു സിനിമകൾ കാണുമായിരിക്കും, അടുത്ത സിനിമകൾ മലയാളത്തിൽ എല്ലാം റീമേക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷെ അതല്ലല്ലോ. ഐ ആം ദി ഗെയിമിനെ സംബന്ധിച്ചോളം ദുൽഖറിൻ്റെ ക്രൂഷ്യൽ സിനിമകളിലൊന്നാണ്. അത് വിജയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിജയിച്ചില്ലെങ്കിൽ ഒരു കോട്ടം തന്നെ ആയിരിക്കും, ഉറപ്പാണ്. കാരണം അതിനുശേഷം അടുത്തൊന്നും ദുൽഖർ പിന്നെ മലയാള സിനിമ ചെയ്യാൻ ചാൻസ് ഇല്ല. ലോകയിൽ അദ്ദേഹം ഉണ്ടെങ്കിലും ലോകയിൽ അടുത്ത പാർട്ടിൽ അദ്ദേഹം നായകനല്ല, ഈ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളി മാത്രമേ ഉള്ളൂ. ദുൽഖറിനെ സംബന്ധിച്ചോളം ഐ ആം ഗെയിം ക്രൂഷ്യൽ ഗെയിമാണ്. ഈ കളി ജയിച്ചേ ദുൽഖറിന് പറ്റും. എന്തായാലും നിങ്ങളുടെ കമൻസ് ഇട്ടേക്കുക. ദുൽഖർ
അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഒന്ന് പൊളിച്ചടിക്കിയാൽ ദുൽഖർ ഭരിക്കുന്ന കാലമായി മാറും ഇനി അങ്ങോട്ട്.